വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഫോണിൽ കൗൺസിലിംഗ് സഹായം ലഭ്യമാകും. കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്ക് സൗജന്യമായി 1800425284 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ടോൾ ഫ്രീ സേവനം പരീക്ഷ അവസാനിക്കുന്നവരെ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ലഭ്യമാവുന്നതാണ്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സൗഹൃദ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ എല്ലാ പൊതുപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻ്റ് കൗൺസിലിംഗ് സെല്ലിൻ്റെ നേതൃത്വത്തിലാണ് വി ഹെൽപ്പ് സംഘടിപ്പിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജനറൽ എഡ്യൂക്കേഷൻ VHSC വിഭാഗം അടുത്ത അധ്യയന വർഷം പഠന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 2 പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വ്യവസായ സഹകരണ സംരംഭമായ VHSC 1 കണക്റ്റിൻ്റെ ഉദ്ഘാടനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പാഠ്യപദ്ധതി നടപ്പിലാക്കുവാൻ പരിശീലനം, ഇൻറ്റേൺഷിപ്പുകൾ വിലയിരുത്തൽ, തൊഴിൽ സാധ്യത പഠനങ്ങൾ എന്നിവയിൽ കൂടുതൽ വ്യവസായ പങ്കാളിത്തം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു വ്യവസായ സഹകരണ സംരംഭമാണ് VHSE 1 കണക്റ്റ്. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള കൂടുതൽ വ്യവസായ പങ്കാളികളെ ഉൾപ്പെടുത്തുന്നതിനായി ഒരു ബ്രാൻഡിൻ്റെ ഉദ്ഘാടനമാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. നിലവിൽ കെൽട്രോൺ, KSEB, KSFE, കേരള ബാങ്ക് തുടങ്ങിയ നിരവധി പൊതുമേഖലാ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരണം നിലവിലുണ്ട്. എന്നിരുന്നാലും വ്യവസായ പ്രസക്തിയും തൊഴിലവസരങ്ങളും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വിവിധ മേഖലകളിലുടനീളമുള്ള പ്രമുഖ സ്വകാര്യ മേഖലയിലെ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരിക്കുന്നു. ആയത് ഒരു തുടർ പ്രവർത്തനമായി നടക്കേണ്ടതാണ്. പ്രസ്തുത സ്ഥാപനങ്ങളുമായി MOU സൈൻ ചെയ്യുകയും സ്കിൽ കോഴ്സുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പബ്ലിക്കേഷനുകളെല്ലാം ആയതിൻ്റെ ലോഗോ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ തയ്യാറാക്കി അംഗീകരിച്ച പാഠ്യപദ്ധതികളുടെ ഔപചാരികമായ പ്രസിദ്ധീകരണം 2018 NSQF കോഴ്സുകൾ ആരംഭിച്ചത് മുതൽ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്ററിൽ നിന്നെടുക്കുന്ന കോഴ്സുകൾ VHSC അധ്യയനത്തിന് ചേരുന്ന രീതിയിൽ പാകപ്പെടുത്തിയാണ് നൽകുന്നത്. അടുത്ത സമയം വരെ അനൗദ്യോഗികമായി നൽകിയിരുന്ന കരിക്കുലം നിലവിൽ കരിക്കുലം കമ്മിറ്റി അംഗീകാരത്തോടെ അടുത്ത അധ്യയന വർഷത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ്. കിഫി, പ്ലാൻ ഫണ്ട് എന്നിവ വഴി പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ സുപ്രധാനമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും എന്ന നയം പ്രാവർത്തികമാക്കുവാൻ ആധുനികമായ ഭൗതിക സൗകര്യങ്ങൾ അത്യാവശ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. നിക്ഷേപവും വികസനവും. ഒറ്റനോട്ടത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അത്ഭുതപൂർവമായ നിക്ഷേപമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. കിഫ്ബി നിക്ഷേപം 973 വിദ്യാലയങ്ങളിലായി ഏതാണ്ട് 4000 കോടി രൂപയുടെ പദ്ധതികൾ. ഇതിൽ കെട്ടിട നിർമ്മാണത്തിന് മാത്രം 3000 കോടിയും ഹൈടെക് ക്ലാസ് മുറികൾക്കായി 1000 കോടിയും വിനിയോഗിച്ചു. മറ്റ് ഫണ്ടുകൾ പ്ലാൻ ഫണ്ട്, നബാർഡ്, MLA ഫണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് എന്നിവ വഴി 5000 കോടിയിലധികം രൂപയുടെ വികസനം. ആകെ നിക്ഷേപം കഴിഞ്ഞ ദശകത്തിൽ മാത്രം 900 കോടിയിലധികം രൂപ വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചിലവഴിച്ചു.